ശബരിമല യുവതീ പ്രവേശന കേസിൽ അതിനിർണായകമായ ഒരു നീക്കവുമായി സംസ്ഥാന സർക്കാർ. യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവർക്കൊപ്പം വാദിക്കാൻ അനുവദിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. 1 മണിക്കൂർ വാദിക്കാൻ സമയം അനുവദിക്കണമെന്നാണ് ആവശ്യം. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ നാളെ സുപ്രീം കോടതിയിൽ 9-അംഗ ഭരണഘടനാ ബെഞ്ചിന് മുമ്പാകെ വാദം കേൾക്കൽ ആരംഭിക്കാനിരിക്കെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അതിനിർണായകമായ ഈ നീക്കമുണ്ടായിരിക്കുന്നത്. നേരത്തെ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവർക്കൊപ്പമാണ് സംസ്ഥാന സർക്കാരിൻ്റെ സീനിയർ അഭിഭാഷകനായ ജയ്ദീ ഗുപ്തയ്ക്ക് വാദം കേൾക്കലിന് സമയം അനുവദിച്ചിരുന്നത്. 1 മണിക്കൂർ സമയമായിരുന്നു ജയ്ദീ ഗുപ്തയ്ക്ക് അനുവദിച്ചിരുന്നത്. എന്നാൽ യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവർക്കൊപ്പം വാദിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവരുടെ നോഡൽ കൗൺസിലായ കൃഷ്ണകുമാർ സിംഗിനാണ് സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകൻ നിഷരാജൻ ശങ്കർ കത്ത് നൽകിയിരിക്കുന്നത്. ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ടുള്ള പുനഃപരിശോധനാ ഹർജികളിലെ വാദത്തെ തങ്ങൾ അംഗീകരിക്കുന്നുവെന്നാണ്. ഫലത്തിൽ യുവതീ പ്രവേശനത്തെ എതിർക്കുന്നുവെന്ന സൂചന തന്നെയാണ് സംസ്ഥാന സർക്കാർ ഈ കത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവർക്കൊപ്പം വാദം പറയുവാൻ അനുവദിക്കണമെന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം. നാളെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് കേസിൽ വാദം കേൾക്കൽ തുടങ്ങുന്നത്. കേന്ദ്ര സർക്കാരിന് വേണ്ടി തുഷാർ മേത്ത 2 ദിവസമാണ് കേസിൽ വാദിക്കാൻ വേണ്ടി പോകുന്നത്. യുവതീ പ്രവേശനത്തെ കേന്ദ്ര സർക്കാർ ശക്തമായി എതിർക്കും. മതാചാരങ്ങളിൽ കോടതിയല്ല തീരുമാനമെടുക്കേണ്ടത് എന്നാണ് കേന്ദ്രത്തിൻ്റെ നിലപാട്. തുഷാർ മേത്തയുടെ വാദം പൂർത്തിയായതിനു ശേഷം കണ്ഠരര് രാജീവർക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ വി ഗിരിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വിയും വാദിക്കും. കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ദിവസമാണ് ഈ 2 സീനിയർ അഭിഭാഷകരുടെയും വാദം സുപ്രീം കോടതിയിൽ നടക്കാൻ സാധ്യത. അതേ ദിവസം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വാദവും സുപ്രീം കോടതിയിൽ നടത്തുവാനാണ് ഇപ്പോൾ സർക്കാർ അഭിഭാഷകരുടെ നീക്കം. സംസ്ഥാന സർക്കാരിൻ്റെ ഈ നീക്കം വിജയം കാണുകയാണെങ്കിൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന അതേ ദിവസം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വാദം സുപ്രീം കോടതിയിൽ നടക്കാനാണ് സാധ്യത. ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.